ഹായ് കൂട്ടുകാരെ, ചത്തൻസിൻ്റെ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പുതിയ ഒരാളെ കൂടി കൊണ്ടുപോകാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം ആ ആൾ വീട്ടിലേക്ക് വരുന്ന കാര്യം നമ്മൾ വീട്ടിലാരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ ആളാരാന്ന് നോക്കാം. ആ ആളിനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അപ്പം എന്തേണ്ട നമ്മൾ കൂടെ കൊണ്ടുപോകാനുള്ള ആളാണ് ഈ കിടക്കുന്നത്. അപ്പം അതേ ഈ നിൽക്കുന്ന ആളിനെയാണ് നമ്മൾ കൂടെ കൊണ്ടുപോകാൻ പോകുന്നത്. ഇതിനകത്ത് പിടിച്ചുകൊണ്ട് നിന്ന അണ്ണനെ അല്ല കേട്ടോ, ഇതാണ്ട് ഈ വെളുത്ത സുന്ദര കുട്ടപ്പനെ. അപ്പം ഇയാളെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകാൻ വന്ന ആൾ. അപ്പം ഇയാൾ ഇനി മുതൽ സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ തന്നെ കാണും. അപ്പോൾ ഇയാളെ ഞങ്ങളങ്ങ് വാങ്ങി. അപ്പോൾ ഇയാളെ കൊണ്ടുപോകാനായിട്ടാണ് ഞാനും അണ്ണനും ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് ഓട്ടോയാണ്. ഇതിന് മോണ്ട്ര എന്നാണ് ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ കമ്പനിയുടെ പേര്. അപ്പോൾ ഇതിന് കർട്ടനൊക്കെ അടിച്ച് ഇയാളെ നല്ല സെറ്റാക്കി തരികയാണ് നമുക്ക്. നമ്മൾ കൊണ്ടുപോരുന്നതിന് മുന്നേ ആയിട്ട് ഇയാൾക്ക് അത്യാവശ്യമുള്ള അല്ലറ ചില്ലറ പരിപാടികളെല്ലാം നടത്തി തരേണ്ടുന്നത് ഷോറൂമുകളുടെ ഉത്തരവാദിത്വമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുകയാണ്. അപ്പോൾ അത്യാവശ്യം വണ്ടിക്കകത്ത് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്പേസൊക്കെ ഉണ്ട്. ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തൊക്കെ നല്ല സ്പേസൊക്കെ ഉണ്ട്. അണ്ണൻ സെയിൽസിൽ നിൽക്കുന്ന സ്റ്റാഫിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. മക്കൾക്കൊക്കെ സസ്പെൻസാ, പറഞ്ഞിട്ട് പോലും ഇല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു റൈഡിന് ഇറങ്ങി. കാരണം ഈ ഓട്ടോറിക്ഷ ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓടിക്കുന്നതായിട്ടുള്ള സിസ്റ്റവും മെതേഡും എല്ലാം ഒന്ന് കണ്ടുപഠിക്കണമല്ലോ. അപ്പം ഇത് അവിടെ നിന്ന് ഇനി ഷോറൂമിൽ നിന്ന് അണ്ണൻ വേണം ഓടിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മളെ കൊണ്ടുപോയി അതൊന്ന് ഓടിച്ച് പരിചയപ്പെടുത്തി. അപ്പോൾ ഇനി നമ്മൾ ഓട്ടോയുടെ താക്കോൽ മേടിക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഓട്ടോയുടെ താക്കോൽ മേടിപ്പ് ചടങ്ങിലേക്ക് പങ്കെടുക്കാം. അതിനായിട്ട് ഞാൻ ക്യാമറ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് ഞാനും പങ്കെടുക്കുകയാണ്. അപ്പോൾ താക്കോലൊക്കെ അണ്ണ ഏറ്റു വാങ്ങിയിട്ട് ഏതാണ്ട് അണ്ണ ഓട്ടോറിക്ഷ വെളിയിലേക്ക് ഇറക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പം നേരത്തെ നമ്മളൊരു റൈഡിന് പോയത് കൊണ്ട് തന്നെ ഇത് ഓടിക്കാനുള്ള കാര്യങ്ങളെല്ലാം അണ്ണൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അണ്ണൻ ആദ്യമായിട്ട് നമ്മുടെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോവുകയാണ്. അണ്ണൻ ബാക്കിയുള്ള എല്ലാ വണ്ടികളും ഓടിക്കും, എങ്കിലും ഇലക്ട്രിക്കിൻ്റെ വണ്ടി ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അണ്ണൻ്റെ എൻട്രി ആയിട്ടുണ്ട്. അണ്ണ ആദ്യമായിട്ട് നമ്മുടെ മോണ്ട്ര ഓടിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യുന്നു, അണ്ണൻ നമ്മുടെ മോണ്ട്രയെ നിരത്തിലേക്ക് ഇറക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ മോണ്ട്രയെ ഇപ്പോൾ കൊണ്ടുപോകും. അങ്ങനെ വേണ്ട ഞാനും ഞങ്ങളുടെ അണ്ണനും കൂടെ മോണ്ട്രയിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ആദ്യം എനിക്ക് ഇതിനകത്തേക്ക് കയറിയപ്പോൾ ഒരു ചെറിയ ഭയമൊക്കെ തോന്നി. കാരണം നമ്മൾ സാധാരണ ഡീസൽ ഓട്ടോയാണ് നിലവിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇരിക്കുമ്പോൾ വണ്ടിയുടേതായിട്ടുള്ള ഒരു ഒച്ചയും ഒരു കുലുക്കവും ഒക്കെ ഉണ്ട്. ഇതിനകത്ത് കയറിയിരുന്നപ്പോൾ ഏതാണ്ട് വെള്ളത്തിൽ വീണിട്ട് ഞാൻ ഒഴുകിപ്പോകുന്നത് പോലൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ വയറ്റിൽ നിന്നൊക്കെ എന്തോ ഒരു തീ ആളുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേന് കംഫർട്ടബിളായി. കാരണം വണ്ടി അണ്ണൻ്റെ കയ്യിൽ സേഫാണ് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഓക്കെ ആവാൻ തുടങ്ങി. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പള്ളിയിൽ ഭയങ്കര പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. കുണ്ട്ര വലിയ പള്ളിയിൽ. ആ പള്ളിയുടെ ലൈറ്റിംഗ് സെറ്റിങ്സൊക്കെ കണ്ടപ്പം ഞാൻ ചെറുതായിട്ട് അയാളെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ആയിരുന്നു. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര ട്രാഫിക് ഉണ്ടെങ്കിലും അണ്ണൻ നല്ല ഭദ്രമായിട്ട് വണ്ടി കൊണ്ടുവന്നു. അപ്പം നമ്മുടെ വീടിനടുത്ത് ഉടയൻകാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഇന്ന് ഉത്സവത്തിന് പോയിരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലെ 2 കക്ഷിക്കാർ. അപ്പം അവന്മാരെയും കൂടെ തപ്പി കൊണ്ടുപോകാം. പോരാത്തതിന് ഇത് അവന്മാർക്കൊരു സസ്പെൻസും കൂടെയാണ്.
നമുക്കും അത്യാവശ്യം കെട്ടുകാഴ്ചയൊക്കെ കാണാമെന്നും പറഞ്ഞ് വന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, കെട്ടുകാഴ്ചയുടെയൊക്കെ ബ്ലോക്കിൽ നമ്മളും അങ്ങ് പെട്ടുപോയി. ഇപ്പോൾ അങ്ങോട്ടും അനങ്ങാൻ വയ്യ, ഇങ്ങോട്ടും അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്കൊരു ഓട്ടം കിട്ടി. എന്തായാലും കന്നി ഓട്ടം അല്ലേ, ഫസ്റ്റ് ഓട്ടം അല്ലേ, ഓടിക്കളയാം. അതും അമ്പലത്തിൽ വന്ന ആൾക്കാരല്ലേ എന്ന് കരുതിയിട്ട് അവരെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടാക്കാനുള്ളൊരു പോക്കാണ് ഈ പോകുന്നത്. അപ്പോൾ നമ്മൾ അവരെ വീട്ടിൽ കൊണ്ടെത്തിച്ചതിന് ശേഷം ഇനി ചെറുക്കന്മാരെ തപ്പി വരണം. അപ്പം ദേ നമ്മൾ തിരിച്ചു വരികയാണ്. ഇനി ചെറുക്കന്മാരെ തപ്പിയുള്ള വരവാണ്. അപ്പോൾ ചെറുക്കന്മാർ ദേ പൊരിക്കൽ വന്ന് നിൽപ്പുണ്ടെന്നാണ് ഞാൻ വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ അവന്മാരെ നോക്കാം. അവന്മാർക്കിതൊരു സസ്പെൻസാണ്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി എത്തുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ആളെത്തുന്നത് അവന്മാരിതുവരെ അറിഞ്ഞിട്ടില്ല. അവന്മാരുടെ എല്ലാം പ്രതീക്ഷയിലുള്ളത് ഒരു ഇലക്ട്രിക് സ്കൂട്ടിയാണ്. അപ്പോഴാണ് ഇവിടേക്ക് ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ എത്തുന്നത്. അപ്പം എന്തേണ്ട അണ്ണന്മാരിവിടെ നിൽപ്പുണ്ട്. അണ്ണന്മാർക്ക് ഓട്ടോയൊന്നും കണ്ടതിനൊക്കെ മനസ്സിലായില്ല. ഞാൻ വിളിക്കുന്ന ഒച്ച കേട്ടിട്ട് അണ്ണന്മാർ താണ്ട രണ്ടുപേരും ഓടി എത്തുന്നുണ്ട്. പക്ഷേ ഇത് അണ്ണന്മാർക്കൊരു സസ്പെൻസാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് സസ്പെൻസുകൾ എൻ്റെ അണ്ണന്മാർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ സച്ചുവിൻ്റെ മുഖത്ത് നല്ല അടിപൊളി ഹാപ്പി സന്തോഷ ചിരിയുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ.